50 വർഷം മിശിഹായുടെ വിശ്വസ്ത പുരോഹിതനായും 22 വർഷം മെത്രാനായും മെത്രാപ്പോലിത്തയായും ചങ്ങനാശ്ശേരി അതിരൂപതയെ വിശ്വസ്തയോടെ നയിക്കുന്ന മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് വിരമിക്കുന്നു എന്ന വാർത്ത സങ്കടത്തോടെയാണ് സഭാസ്നേഹികൾ മനസ്സിലാക്കുന്നത്. 75 വയസ്സ് വരെയാണ് സീറോ മലബാർ മെത്രാന്മാരുടെ വിരമിക്കൽ പ്രായം. 75 വയസ്സ് തികഞ്ഞ അന്ന് തന്നെ അദ്ദേഹം സീറോ മലബാർ സിനഡിന് തൻ്റെ രാജിക്കത്ത് നൽകിയെന്നും ഓഗസ്റ്റ് മാസത്തിലെ സിനഡിൽ അത് അംഗീകരിച്ച് അദ്ദേഹത്തിൻ്റെ പകരക്കാരനെ സിനഡ് നിയമിക്കുമെന്നും മനസ്സിലാക്കുന്നു. കോട്ടയം പുന്നത്തുറ കൊങ്ങാണ്ടൂർ പെരുന്തോട്ടം ജോസഫ് അന്നമ്മ ദമ്പതികളുടെ പുത്രനായി ബേബിച്ചൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം ജനിച്ചത് 1948 ജൂലൈ 5-നായിരുന്നു. 1974 തിരുപ്പട്ടം സ്വീകരിച്ചു. 2002 മെയ് മാസത്തിൽ ചങ്ങനാശ്ശേരി സഹായമെത്രാനായി മാർ ജോസഫ് പൗവത്തിൽ പിതാവിൻ്റെ പിൻഗാമിയായി. 2007 മാർച്ച് 19 മുതൽ ചങ്ങനാശ്ശേരി അതിരൂപതയെ സീറോ മലബാർ സഭയിലെ കരുത്തുറ്റ അതിരൂപതയായി മുന്നോട്ട് നയിച്ച അദ്ദേഹത്തിൻ്റെ നേതൃപാടവവും സഭാസ്നേഹവും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞുവെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു താപസനെ പോലെ മിശിഹായെ അടുത്തനുഗമിക്കുന്ന മാർ ജോസഫ് പെരുന്തോട്ടത്തിന് അമ്മയായ സഭയാണ് എല്ലാമെല്ലാം. സഭാ സംവിധാനങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാനും അത് തൻ്റെ വൈദികരെയും വിശ്വാസികളെയും കൊണ്ട് അനുസരിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നത് വലിയ കാര്യമാണ്. സഭയുടെ പാരമ്പര്യത്തെയും ആരാധനാക്രമത്തെയും പ്രണയിച്ച ചരിത്രത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള പിതാവ്. സീറോ മലബാർ സഭയ്ക്കും ആഗോള കത്തോലിക്ക സഭയ്ക്കും നൽകുന്ന സംഭാവനകൾ വർണ്ണനാതീതമാണ്. ഒരു താപസനെ പോലെ വിശുദ്ധ ജീവിതം നയിക്കുന്ന സഭാചരിത്രത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള സീറോ മലബാർ സഭയുടെ കിരീടമായ മാർ ജോസഫ് പൗവത്തിൽ പിതാവിൻ്റെ പാത പിന്തുടർന്ന് സഭയുടെ ആരാധനാക്രമവും പൈതൃകവും പിഴവുകൾ കൂടാതെ പാലിക്കാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിശ്വാസികളെ എന്നും പ്രചോദിപ്പിച്ച പിതാവ് സീറോ മലബാർ സഭയുടെ ചെങ്കോലാണ്. തൻ്റെ സഹശുശ്രൂഷകരായ പുരോഹിതരോടും സന്യസ്തരോടും അദ്ദേഹത്തിനുള്ള സ്നേഹവാത്സല്യങ്ങൾ സുപ്രസിദ്ധമാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഏറ്റവും ക്ലേശം അനുഭവിക്കുന്ന കുട്ടനാടിനോട് അദ്ദേഹത്തിനുള്ള കരുണയും താൽപ്പര്യവും ഹൃദയസ്പർശിയാണ്. ഔദ്യോഗിക പദവികളിൽ നിന്ന് വിരമിക്കുന്നെങ്കിലും തുടർന്നുള്ള തൻ്റെ ജീവിതകാലം മുഴുവൻ സഭയുടെ നന്മയ്ക്കായി ആയുരാരോഗ്യത്തോടെ പ്രവർത്തിക്കുവാൻ പിതാവിന് സാധിക്കട്ടെ.